ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടയറിന് കാറ്റടിക്കുന്ന ഒരു പോർട്ടബിൾ എയർ ഇൻഫ്ലമേറ്റർ കാറ്റടിക്കുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്ന് വന്നിട്ടുണ്ട്, കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് വന്നത്. കാരണം വണ്ടി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ടയറിന് കാറ്റിറങ്ങി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പോയി പമ്പിൽ പോയി കാറ്റടിക്കാനൊക്കെ ബുദ്ധിമുട്ട്. കാരണം വേറെ ഒന്നുമല്ല, മിക്കുള്ള പമ്പിലും കാറ്റടിക്കാനുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ വെറുതെ തേച്ച് കളയണ്ടല്ലോ. പിന്നെ നമുക്ക് പഞ്ചറായാലും നമുക്ക് ഇതുപോലത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തന്നെ സാധനം. അപ്പം എപ്പോഴും നമുക്ക് പമ്പിൽ പോയി കാറ്റ് പിടിക്കേണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കാറ്റ് പിടിക്കാം. ഇപ്പോൾ പഞ്ചറായാൽ പോലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ പഞ്ചർ ഒട്ടിക്കുന്ന സാധനം എൻ്റെ ഉണ്ട്. ഇതും പോർട്ടബിളാണ്, നമുക്ക് ബാഗ് ഇട്ടുകൊണ്ട് തന്നെ പോകാം. അപ്പം പഞ്ചർ ഒട്ടിച്ച് നമുക്ക് തന്നെ കാറ്റടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പം വഴിയിൽ ഇങ്ങനെ നമുക്ക് പെട്ട് കിടക്കണ്ട, പഞ്ചറായി വഴിയിൽ പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അല്ലേ. റീചാർജബിൾ ടയർ ഇൻഫ്ലേറ്ററാണ് കേട്ടോ സാധനം. 2-in-1 കോഡ്ലെസ് ആൻഡ് കോഡഡ് പോർട്രോണിക്സിൻ്റെ. കാർ വഴി നമുക്ക് പ്ലഗ് ചെയ്തിട്ട് കാറിൻ്റെ അതിൽ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് കാറ്റടിക്കാൻ പറ്റും കേട്ടോ. ഡിജിറ്റൽ LED ഡിസ്പ്ലേ, റീചാർജബിൾ ബിൽറ്റ് ഇൻ ബാറ്ററി ഫോർ കാർസ് ആൻഡ് ബൈക്സ്, സൈക്കിൾ ആൻഡ് ബോൾസ്, LED ടോർച്ച്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, പ്രഷർ ഡിറ്റക്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ഉണ്ട്, 1 year വാറൻറ്റി ഉണ്ട് കേട്ടോ. സ്കാൻ ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യണം. ചാർജ് ഫോർ 3 hours ബിഫോർ ഫസ്റ്റ് യൂസ്. ആദ്യം യൂസ് ചെയ്യുന്നതിന് മുമ്പ് 3 മണിക്കൂർ ചാർജ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. സ്പോഞ്ചൊക്കെ വെച്ച് നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സാധനം. സൗണ്ട് ചെറിയ വ്യത്യാസമുണ്ട്, എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. അപ്പോൾ അവർ പറഞ്ഞേക്കണത് ചാർജ് ഫോർ 3 hours ഫോർ ഫസ്റ്റ് യൂസ് എന്നല്ലേ. ഓണാക്കി വെക്കണതിന് കുഴപ്പമില്ല. യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ചാർജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അവരിതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, റീചാർജ് ഫോർ 3 hours ബിഫോർ ഫസ്റ്റ് യൂസ് എന്ന്. അപ്പോൾ എന്തായാലും നമുക്കത് പാലിച്ച് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 hour യൂസ് ചെയ്തിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. കുഴപ്പമില്ല, ചെറിയ വെയിറ്റ് ഉണ്ട്. ഒരു പവർ ബാങ്കിൻ്റെ അത്ര വെയിറ്റ് ഇല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 20,000 mAh തോന്നുന്നു, അത് 23,000. അപ്പോൾ ആ ഒരു പവർ ബാങ്കിൻ്റെ അത്ര പോലും വെയിറ്റ് ഇല്ല കേട്ടോ. കുഴപ്പമില്ല, ബാഗ് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം തന്നെയാണ്. വലിയ വെയിറ്റ് ഇല്ല. വേറെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കാം. വേറെ ചെറിയൊരു ബോക്സ് ആണെന്നുണ്ട്. ഇതിനാണ് വെയിറ്റ് എന്ന് തോന്നുന്നു കേട്ടോ. ഇതിനും ചെറിയ വെയിറ്റ് ഉണ്ട്, എന്തിനാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബോക്സ് കളയേണ്ട, ബോക്സ് ഇതാണ് ഇട്ട് ചെയ്യാം. കാരണം ഈ സാധനം എല്ലാം കൂടെ അതിലല്ലേ വരുന്നത്. നമുക്ക് ബോക്സ് ഇട്ട് തന്നെ ബാഗ് കൊണ്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അതാണ് എൻ്റെ കേബിൾ കേട്ടോ. കാറിൽ കുത്തണ സാധനം. ഇത് കാറിൽ കുത്തണതാണ്. ഇത് സാധാ നമ്മളെ ഇതിൽ കുത്തിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഏതാണ് ഇത് കുത്തണമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഏതാണ് അത്? ഇത് ഫ്യൂസൊക്കെ കിടക്കണം. എന്തിനാണെന്ന് ഫ്യൂസൊക്കെ ഇതിലിടാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഇതായിരിക്കും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തിരികെ കയറ്റണമായിരിക്കും. ഓക്കെ, ഇത് മതിയാ? ഇങ്ങനെയാണോ നമ്മളെ ടയറിൻ്റെ സാധനം ഇരിക്കുന്നത്? എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ചാർജറിന് വേണ്ടി തന്നിരിക്കുന്നത്. USB HDMI കേബിൾ ടു USB-C ആണ് കേട്ടോ. Type C, ഇവിടെ ഒരു Type C ഒരു ഇതും കിടപ്പുണ്ട് ചാർജ് ചെയ്യാനായിട്ട്, ചാർജിങ് പോർട്ട്. ഞാനിത് ചാർജിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് എയർ അടിക്കണ എങ്ങനെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സ്വന്തമായിട്ട് തന്നെ പഞ്ചർ ഒട്ടിച്ച് എയർ ഓടിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എനിക്ക് എല്ലാം കൂടെ 2,001 രൂപ കേട്ടോ. ഓൾമോസ്റ്റ് 2,000 രൂപ. ഇപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ലിങ്ക് വഴി കയറി വാങ്ങിക്കോട്ടോ. അപ്പോൾ ഞാനിത് റീചാർജ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഇത് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സാധനം ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 മണിക്കൂറൊന്നും വെച്ചില്ല, ഏകദേശം ഒരു 1.5 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഫുള്ളായി. പിന്നെ ഓഫെന്ന് ഇങ്ങനെ എഴുതി കാണിച്ചു, അതുകൊണ്ട് ഞാൻ പിന്നെ ഓഫ് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ടേൺ ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാറിൻ്റെ ഓപ്ഷനാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ മോഡ് M ആണ് മോഡ് വരുന്നത്. അപ്പോൾ M ഞെക്കിയിട്ട് നമുക്ക് അതിൻ്റെ മോഡ് മാറ്റി കൊടുക്കാം. ഇപ്പം ബൈസൈക്കിളായി, മോട്ടോർ ബൈക്കായി. പിന്നെ ഉണ്ടെന്ന് നമ്മളെ ബൈസൈക്കിള്, പിന്നെ ബോളൊക്കെ ഉണ്ടല്ലോ, പന്തിൻ്റെ ഓപ്ഷൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതെനിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റുമെന്ന് തോന്നുന്നു, അതായിരിക്കും. കസ്റ്റമൈസ് ചെയ്താൻ പറ്റും. അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ സെലക്ട് ചെയ്യാം. 35 കിടക്കണം. അപ്പോൾ നമ്മുടെ ഇത്രയ്ക്കൊക്കെ നമ്മളെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന PSI എന്ന് പറയുന്നത് 28 കേട്ടോ. ഫ്രണ്ടിൽ 28ഉം ബാക്കിൽ 33 ആണ്.
അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് അടിച്ചു കൊടുക്കുക. 28ഉം 33 കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്കത് കുറയ്ക്കാം. 34.5, 34, 33, 32, 31, 29, 28. ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. ഇനി നിങ്ങോട്ട് തിരുക്കി കയറ്റി കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ 23 PSA ഉള്ളു കേട്ടോ ഇതിൽ. ഫ്രണ്ട് ടയർ ഞാൻ പറഞ്ഞില്ലേ, കാറ്റ് ചുമ്മാ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ടയർ കിടക്കുന്ന PSI എന്ന് പറയുന്നത് കാണാൻ പറ്റും. 23 എൻ്റെ കിടക്കുന്ന PSI എന്ന് പറയുന്നത്. പ്ലസ് ചെയ്ത് ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ. 23.5 PSI ആയി. 24, 4.5. തറയിൽ വെക്കണ്ട കേട്ടോ. തറയിൽ മണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. ബാറ്ററി ഫുൾ ആയില്ലേ? ഇതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക കേട്ടോ. മുഴുവൻ 3 മണിക്കൂർ ചാർജിൽ വെക്കാൻ. എൻ്റെ ഫുള്ളായിട്ടാണ് കാണിച്ചത്. 28 പെട്ടെന്ന് കയറി. കുഴപ്പമില്ല. ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിലത്തൂടെ നോക്കാം. ഇത്ര ഈസിയാണ് കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് തന്നെ എയർ അടിക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇപ്പം ഊരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാറ്റ് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ 1 PSIയോ 2 PSIയോ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് കറക്റ്റായിരിക്കും എയർ പോകുന്നതിനനുസരിച്ച്. നമുക്ക് ബാക്കിൽ നോക്കാം. ബാക്കിൻ്റെ സാധനം ഇവിടെ അങ്ങ് ഉച്ചിരിക്കും. ഉരുട്ടി വയ്ക്കട്ടെ കേട്ടോ. ഊരുന്ന സമയത്ത് കുറച്ച് ലീക്ക് ആവുന്നുണ്ട്. നമുക്ക് 34 വയ്ക്കാം. ഓക്കെ. അപ്പുറം സൈഡിൽ നിന്ന് അടിക്കാൻ കേട്ടോ. ഈ സൈഡ് ഇച്ചിരി മെനക്കേടാ. കയറാൻ ഇച്ചിരി മെനക്കേടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 31 ഉണ്ട് കേട്ടോ. അടിച്ചിട്ട് കുറച്ച് ഇതാവേ ഉള്ളൂ. കുറച്ച് ദിവസം എനിക്ക് 2 ആഴ്ച ആവേ ഉള്ളൂ എന്ന് തോന്നുന്നു. 2 ആഴ്ചക്കകത്ത് ആവേ ഉള്ളൂ ഞാൻ കാറ്റടിച്ചിട്ട് ഇതിൽ. എന്നിട്ടും കാറ്റ് കേട്ടോ 31 അന്ന് ഞാൻ 35 എന്തോ അടിച്ചെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുള്ളതുകൊണ്ടേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷയിനേക്കാളും സൗണ്ട് വരുന്നുണ്ട്. 32, 33, 34, 4 ആയില്ല. 4 ഈസി പീസി. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കാറ്റടിക്കാൻ കേട്ടോ. പ്രതീക്ഷ അത്ര പോലും സമയമെടുത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ കാറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം കൊള്ളാം. ഇതിൻ്റെ പ്രോഡക്റ്റ് ലിങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാൻ നിങ്ങൾ വാങ്ങണമെങ്കിൽ അധികം കയറി വാങ്ങിയാൽ മതി. 2001 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. വെച്ചിട്ട് നമുക്ക് ഇതിൽ കുത്തി ഇങ്ങനെ വയ്ക്കുകയും ചെയ്യും. അപ്പം അവർ പറയുന്ന കണക്ക് തന്നെ 3 മണിക്കൂർ ഫുൾ ചാർജിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഞാൻ കുത്തിയപ്പോൾ ഇത് ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓഫ് എന്ന് കരുതി കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഊരിയെടുത്തത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പം നമുക്ക് ഒരു കട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 3 മണിക്കൂർ ഇങ്ങനെ ഫുൾ ചാർജിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി ഈസി ആയിട്ട് തന്നെ നമുക്ക് പഞ്ചർ ഒട്ടിച്ച് നമുക്ക് തന്നെ കാറ്റ് ഓടിച്ച് വഴി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ബാഗിലിട്ടുകൊണ്ട് പോകാം. അധികം നമുക്ക് ഓവറായിട്ട് വെയിറ്റും ഫീൽ ചെയ്യില്ല. ഭയങ്കര പോർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ലോങ് പ്രസ് ചെയ്താൽ ഓഫ് പോകും. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വഴിയിൽ പെട്ടുപോകേണ്ട ഒരു അവസ്ഥ വരില്ല. രാത്രിയൊക്കെ പഞ്ചറായി വഴി കിടന്നുള്ള അവസ്ഥ വെച്ച് ഇൻ കേസ് നമ്മളിൽ പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ പോലും കാറ്റടിക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടുപോകും. അപ്പം ഈ ഒരു സാധനം വളരെ ഉപകാരമായിരിക്കും കേട്ടോ. രാത്രി ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപയോഗമായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റ.